ഐസണിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ സംവാദം. ഐസൺ, ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുക. LNBR ഇന്നത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു സംഭവ വികാസം എന്ന് പറയുന്നത് ഈ ലെബനനിലെ തന്നെ പ്രധാനമന്ത്രി ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ രംഗത്ത് വരുന്നു. ഹിസ്ബുള്ളയെ നിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് തയ്യാറാണെന്നൊരു നിലപാട് താൽക്കാലിക പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം. തീർച്ചയായും ഇത് വിദേശകാര്യ വിദഗ്ധരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരു സ്വാഭാവികമായും വരുന്ന ഒരു ധാരണ ഒരു പക്ഷേ ഇസ്രായേലുമായി ഒരു കരാറിലേക്ക് ലെബനൻ പോകുന്നു എന്നൊരു ധാരണയാണ്. നമുക്കറിയാവുന്നതാണ് ഈ പ്രദേശത്ത് ദക്ഷിണ ഭാഗങ്ങളിൽ എല്ലാം തന്നെ ലെബനൻ്റെ ദക്ഷിണ ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യാപകമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ഈ ഭീകര സ്വഭാവമുള്ള ഒരു പശ്ചാത്തലത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യത്തെ പടി ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ നമ്മളുടെ ചർച്ചകൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാന സംഭവവികാസം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം പെൻറ്റഗണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് തങ്ങളുടെ സൈനിക ശക്തിക്ക് സൈനികമായ സഹായം ഇസ്രായേലിന് നൽകാമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് ഒരു എയർഫോഴ്സ് അറ്റാക്കിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു വ്യോമാക്രമണത്തിനുള്ളൊരു പിന്തുണ നൽകാനുള്ള ഒരു ഉദ്ദേശം അമേരിക്ക നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. അത് യമനിലെ ഹൂതി വിമതർക്കെതിരെയുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് മെഡിറ്ററേനിയനിലെല്ലാം തന്നെ വിമാനവാഹിനി കപ്പലുകളെ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള സേനാ വിന്യാസങ്ങളെല്ലാം തന്നെ വീണ്ടും ഈ യമനിലെ ഹൂതി വിമതരെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കുന്നതിന് വേണ്ടി ചില പ്ലാനുകൾ നടപ്പാക്കുന്നു. അതായത് പട്ടാളത്തെ റീഡിപ്ലോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ പലയിടങ്ങളിലും പുനർവിന്യാസം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലും ഇല്ലാത്തിടത്തേക്ക് വീണ്ടും എത്തിക്കുന്നു, ഉള്ളിടത്തുനിന്ന് മാറ്റുന്നു. അത്തരത്തിലുള്ള സൈനികമായ ചില പ്ലാനിങ്ങുകളും ആരംഭിച്ചിരിക്കുന്നു എന്ന് ചില വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വരുന്ന വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്നും. ഇത് മറ്റൊരു വലിയ സംഭവവികാസമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് കരയുദ്ധത്തിനുള്ള സാധ്യത ഉണ്ട് എന്നൊരു സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. നേരത്തെ 2 ദിവസം മുമ്പേ ഇസ്രായേൽ ഇത് സംബന്ധിച്ച ചില ധാരണകളെല്ലാം തന്നെ അല്ലെങ്കിൽ ചർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കരയുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കരയുദ്ധമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെന്ന് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ഇപ്പോൾ കമാൻഡർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉപ കമാൻഡർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പശ്ചിമേഷ്യ കലുഷിതമാകുന്നതിനും ഹിസ്ബുള്ള ആക്രമണം സ്വാഭാവികമായി തുടരുന്നതിനും ഗാസയിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടും ഈ കമാൻഡർ പറഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു വലിയ സവിശേഷതയായി ഇന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന വിഷയം. മറ്റ് സംഭവവികാസങ്ങളെല്ലാം തന്നെ ഇന്നലെ നടന്നതാണ്. ഹൂതി ആക്രമണം, ഹൂതികളെ തിരിച്ചാക്രമിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുടർച്ചയായ പല സംഭവവികാസങ്ങളും ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. ഇന്ന് ബെയ്റൂട്ടിൽ ഒരു ഗാസയിലുള്ള ഹമാസിൻ്റെ ഒരു വളണ്ടിയർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ബെയ്റൂട്ടിൽ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായി ജോലി ചെയ്തിരുന്ന, അതായത് പാലസ്തീൻ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനായി ജോലി ചെയ്തിരുന്ന പ്രവർത്തനം ചെയ്യുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായിരുന്ന ഇയാളെയാണ് കൊല്ലപ്പെടുത്തിയത് എന്നൊരു വിവരമാണ് പുറത്തു വന്നത്. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു വിശദീകരണം വന്ന് 3 മാസമായി ഇയാൾ സസ്പെൻഷനിലായിരുന്നു. ഇത്രയും രാഷ്ട്രീയ നിലപാടുകൾ, അതായത് UN-ൽ തുടരുമ്പോൾ പാലിക്കേണ്ട മാന്യതകൾ പാലിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട്. ഒരു വശത്ത് വലിയ ആക്രമണത്തിനുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിരോധിക്കാൻ ലെബനൻ ഉൾപ്പെടെ, അതായത് ലെബനനിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ലെബനിലെ കാവൽ പ്രധാനമന്ത്രി വരെ പുറപ്പെട്ടിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ സംഭവവികാസങ്ങളെല്ലാം തന്നെ ഇന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഇന്നത്തെ ചർച്ചാ വിഷയങ്ങൾ.